എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ഇനി എൻ്റെതെന്നാണാവോ കല്യാണം കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഒരാളെ സെറ്റാക്കിയിട്ട് അതിലേക്ക് കടക്കും. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? പല വിവാഹ ബന്ധങ്ങളും തകരുന്നത് അവർ തമ്മിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, ഈ ധൃതി പിടിച്ചിട്ടുള്ള ഡിസിഷനും കൂടിയാണ്. അതല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് വരുന്ന നിർബന്ധിക്കൽ ഓർ ഈ മാരേജ് എന്ന് പറയുന്നത് എൻ്റെ ഒറ്റപ്പെടലിനുള്ള പരിഹാരം കൂടിയാവും. ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്നത്? ഇവിടെ വേണ്ടത് ധൃതി പിടിച്ചിട്ടുള്ളൊരു ഡിസിഷനൊന്നുമല്ല, നന്നായിട്ട് ആലോചിച്ച് സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നിങ്ങളോട് തന്നെ ഹോണസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിങ്ങളുടെ വാല്യൂസ് എന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ അനിഷ്ടങ്ങൾ എന്താണ്, അതുപോലെ നിങ്ങൾക്ക് വളരാനുള്ള സ്വാതന്ത്ര്യം ആ ഒരു ബന്ധത്തിൽ ഉണ്ടാവുമോ? ലവ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ ഭയങ്കര രസമായിരിക്കും. ബട്ടർഫ്ലൈസ്, എക്സൈറ്റ്മെൻറ്റ്, ആഘോഷങ്ങൾ. ബട്ട് ആ ആവേശങ്ങളൊക്കെ ഒന്ന് അടങ്ങുന്ന സമയത്ത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് നേരത്തെ പറഞ്ഞ കുറച്ച് ചിന്തകളാണ്. ഇത് ഞാൻ എൻ്റെ ലൈഫിലും അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരുടെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്. എക്സൈറ്റ്മെൻറ്റിൽ ധൃതി പിടിച്ച് അതിലേക്ക് കടന്നിട്ട് പിന്നെ റിഗ്രറ്റ് അടിച്ചിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ പുറത്തുനിന്നുള്ള പ്രഷറുകൾ ഒരിക്കലും നിങ്ങളുടെ തീരുമാനം എടുക്കാൻ അനുവദിക്കരുത്. അത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ ക്ലാരിറ്റിയിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ഡിസിഷൻ വരേണ്ടത്.